The FBI is now investigating the deaths and disappearances of 10 U.S. scientists, all tied to sensitive research. The number of missing or dead scientists with ties to nuclear and space research continues to climb, now hitting 13. We discovered anti-gravity, and it's like the worst thing that ever happened to us in our entire lives. It's like a curse. It's horrible. 2025 തുടക്കം മുതൽ ഇപ്പോൾ വരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലോകമെമ്പാടും നടന്നു പോകുന്നത്. വളരെയധികം ഉയർന്ന നിലയിൽ നിൽക്കുന്ന നാസയിലെ ഡയറക്ടേഴ്സ്, ന്യൂക്ലിയർ ഫിസിസിസ്റ്റുകൾ, UFOനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ആന്റി ഗ്രാവിറ്റിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ മിസ്സിംഗ് ആയി പോകുന്ന ഒരവസ്ഥ. അതും ഇതൊരൊറ്റ സ്ഥലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമല്ല. മെക്സിക്കോയിലും കാലിഫോർണിയയിലും എന്തു പറയുന്നു, ചൈനയിലടക്കം 13 ആൾക്കാരെ കാണാണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതും ഈ കാണാതെ പോയ ആൾക്കാരായിക്കോട്ടെ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അറിയാവുന്ന ആൾക്കാരാണ് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഈ ലോകത്ത് എന്താണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ മലയാളികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് യാതൊരു ഇൻഫോർമേഷനും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്കവരുടെയും ഉറക്കം പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എറിക് ബെർലെസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. മേജർ ജനറൽ വില്യം നീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹം എയർഫോഴ്സ് റിസർച്ച് ലാബിന്റെ ഒരു ഫോർമർ കമാൻഡറും കൂടിയായിരുന്നു. പക്ഷേ ഈ വർഷം ഫെബ്രുവരിയോടെ ഇദ്ദേഹത്തെ കാണാണ്ടാവുന്നു. ഇദ്ദേഹം ആവട്ടെ പറക്കുംതളികളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, ഒരു പറക്കുംതളിയെ തകർന്ന് വീണിട്ട് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരുപാട് റൂമേഴ്സും പറയുന്നുണ്ട്. ഇതിനെല്ലാം അർത്ഥം വേറൊന്നല്ല, UFO റിസർച്ചിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തെയാണ് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ട് ഈ വർഷം കാണാണ്ടാവുന്നത്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോണിക്ക ജക്കിൻഡോ റെസ. ഇദ്ദേഹം ആ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ കമ്പോണൻസ് ഡീൽ ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ആയിരുന്നു. ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ സ്റ്റീവൻ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഒരാള് ഹൈക്കിംഗ് ട്രിപ്പിനിടയിൽ വെച്ച് കാണാണ്ടാവുന്നു. മറ്റു വ്യക്തിയായിക്കോട്ടെ ഇദ്ദേഹം വീട് വിട്ട് പുറത്തിറങ്ങിയ പിന്നെ ഇദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവരൊന്നും നമ്മളെ പോലെ സാധാരണ ആൾക്കാരല്ല. ഡിഫൻസിനെ പറ്റിയിട്ട്, സ്പേസിനെ പറ്റിയിട്ട്, അവിടെയുള്ള എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട്, പറക്കുംതളികളെ പറ്റിയിട്ടൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കാണാണ്ട് പോകുന്നത്. അപ്പോൾ എടുത്തൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇത് ശരിക്കും ഒരു ഭീഷണിയാണോ? മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ത്രെട്ട് വലമാണോ ഇത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സോട്ടിക് സയൻസിലെ പ്രസിഡന്റ് ആയിട്ടുള്ള എമി എസ്ക്രിഡ്ജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു കോൺസ്പിറസി തിയറിസ്റ്റോ എന്നല്ല, വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഇവരുടെ റിസർച്ചിലൂടെ ഇവർ തെളിയിക്കാൻ നോക്കുന്ന ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ആന്റി ഗ്രാവിറ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു. We discovered anti-gravity, and it's like the worst thing that ever happened to us in our entire lives. It's like a curse. It's horrible. അങ്ങനെ 2022 ഇവർ മരണപ്പെടുന്നു. പക്ഷേ ഇവർ മരണപ്പെടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞായിരുന്നു. ഇന്ധനത്തിന്റെ സഹായമില്ലാണ്ട് പറക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജി ഇവർ കണ്ടുപിടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഇവർ മരണപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ, അതും ഇവരുടെ മരണ കാരണം ഒരു ആത്മഹത്യയാണ് എന്നുള്ളൊരു രീതിയിലാണ് പ്രചരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ള വാർത്തയായിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഇവർ വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, ഇദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ വീട്ടിലിരിക്കുമ്പോഴായിക്കോട്ടെ, പുറത്തിറങ്ങുമ്പോഴായിക്കോട്ടെ, ഒരു കറുത്ത വണ്ടിയിൽ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇവർ കാണുന്നുണ്ടായിരുന്നു. ഇവരുടെ അനുഭവങ്ങളെല്ലാം ഇവർ മരിക്കുന്നതിന് മുമ്പ് പബ്ലിക്ലി ഒരു ലൈവിലൂടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടിയാണ്. അതിനുശേഷമാണ് ഇവരുടെ മരണ വാർത്ത ഈ ലോകം മുഴുവനും അറിയുന്നത്. അതും ഇവരുടെ മരണമായിക്കോട്ടെ ഒരു ആത്മഹത്യയായിട്ട് ഇപ്പോഴും റൂൾ ഔട്ട് ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. 2026 അതായത് ഈ വർഷം ഡേവിഡ് വിൽകോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു UFO റിസർച്ചർ ആണ്. പറക്കുംതളികളെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവുകളും കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ പറ്റി വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, നമ്മൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന് കഴിയാവുന്നതുപോലെ ആ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൊളറാഡോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് പിന്നീട് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ ആന്റി ഗ്രാവിറ്റി റിസർച്ചറിനെ പോലെ ഇദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മഹത്യയായിട്ടാണ് ഇപ്പോഴും നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് മറ്റുള്ള സയന്റിസ്റ്റുമാരെല്ലാം ഇതേപോലെ കാണാണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചെറുതായിട്ട് ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു. Every day that I have on earth is a gift and a blessing, and I'm very grateful for that, because frankly people are disappearing, scientists are going missing. Now they're saying they're going to investigate this. The president himself is saying they're going to look into this and see if anything's going on. It's a little bit scary. ഈ കാണാതാവുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ അധികം ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാടധികം രഹസ്യങ്ങൾ ഇവർക്ക് അറിയാം എന്നുള്ള ഒരു കാര്യമായിരിക്കാം ഈ ഒരു മിസ്സിങ്ങിനൊക്കെ കാരണം. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ദിവസവും ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന്റെ എല്ലാം അർത്ഥം വേറെ ഒന്നല്ല, ഇദ്ദേഹത്തിന്റെ ജീവൻ ഡേഞ്ചറിലാണ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയായിരുന്നു. ഇവിടെ ഈ രണ്ടുപേരും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇവിടെ ഏമി എസ്ക്രിഡ്ജ് പറയുന്നത് ഇദ്ദേഹം ആന്റി ഗ്രാവിറ്റി ക്രാക്ക് ചെയ്തു എന്നാണ്. ആ ഒരു സംഭവത്തെ കണ്ടുപിടിച്ചു എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഇനി അഥവാ ഇവർ പറയുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലോകം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഫോസിൽ ഫ്യൂവൽസിന്റെ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ എക്കോണമി മുഴുവനും പോകുന്നത് ഫോസിൽ ഫ്യൂവൽസിന്റെ പുറകെയാണ്. ആ ഒരു സമയത്താണ് ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വരുന്നത്. ഇവരുടെ ഈ ഒരു ടെക്നോളജി ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ധനത്തിന്റെ സഹായമില്ലാണ്ട് ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ധനം ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഇന്ധനം വേണ്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ ഭൂമിയിൽ വരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള പല പല എക്കോണമികളും തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വെള്ളത്തിൽ ഓടുന്ന വണ്ടി ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ട് ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഡേവിഡ് വിൽകോക്ക് ഏൻഷ്യന്റ് ആസ്ട്രോനോട്ട് തിയറിയുമായിട്ട് വളരെയധികം ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ കാര്യം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അന്യഗ്രഹ ജീവി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ലോകമെമ്പാടും കണ്ടുവരുന്ന പുരാതനമായിട്ടുള്ള ടെക്സ്റ്റുകളെല്ലാം ഇദ്ദേഹം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക പുരാതനമായിട്ടുള്ള ടെക്സ്റ്റുകളിലെല്ലാം നമുക്ക് വളരെയധികം ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. അന്തരീക്ഷത്തിലേക്ക് പറന്നുയരാൻ കഴിയുന്ന ദൈവങ്ങൾ, കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ തീഗോളമൊക്കെ പറത്തിവിടാൻ കഴിയുന്ന ആൾക്കാർ, ആകാശത്ത് വെച്ച് സംഭവിക്കുന്ന പലതരത്തിലുള്ള യുദ്ധങ്ങൾ, മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മാലാഖമാർ, എന്തോ ഒരു വാഹനത്തിൽ കയറി പറക്കാൻ കഴിയുന്ന ദൈവങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മിത്തോളജിയിലും പുരാണങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതെല്ലാം അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ എന്തോ രീതിയിലുള്ള ഒരു ടെക്നോളജി കാണുകയും അതിനെ തെറ്റിദ്ധരിച്ച് അതിനെ ദൈവമായിട്ട് കണ്ടതാണ് എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക, ഇദ്ദേഹം വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പറക്കുംതളിയുടെ റിസർച്ചറും കൂടിയാണ്. ഇദ്ദേഹം സ്തവാട്ടി എയറോസ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ഓഫ് ടെക്നോളജിയും കൂടിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നിസ്സാര ഒരു പുള്ളിയല്ല. ഞാൻ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ ഈ ഒരു ചാനലിൽ വന്ന് പറയുമ്പോൾ എന്നെ ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കണക്കാക്കുന്നുണ്ട്. ഒരുപാട് പേര് കമന്റ്സിലൂടെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റുള്ള ചാനലുകളിലൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു, ഞാനൊരു കോൺസ്പിറസി തിയറിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഒക്കെ ആരായിരിക്കും? അതോടൊപ്പം തന്നെ എമി എസ്ക്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അദ്ദേഹത്തിനും UFO ഏലിയൻസിനൊക്കെ പറ്റിയിട്ട് ഒരു തിയറി ഉണ്ട്. നമ്മളിപ്പോ ഈ കാണുന്ന പറക്കുംതളികൾ എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ ജീവിച്ചു വരുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യർക്ക് വളരെയധികം ആധുനികമായിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇവർക്ക് എന്തോ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുകയും അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളൊരു കാര്യം ഇവിടെ ആലോചിക്കണം, ഇദ്ദേഹം ഒരു കോൺസ്പിറസി തിയറിസ്റ്റ് അല്ല, ഇവരൊരു സയന്റിസ്റ്റ് ആണ്. 3 അറ്റ്ലസിനെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ ബിഹേവിയർ കാരണം അത് വളരെയധികം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരുന്നത്.
എന്നാൽ ഇത് വെറും ഒരു കോമറ്റ് മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് ജനറലി നമ്മളെല്ലാവരും കൺസിഡർ ചെയ്തു വരുന്നത്. അങ്ങനത്തെ ഒരു കൺക്ലൂഷൻ വന്നതുകൊണ്ടും ഞാൻ ഒരുപാടധികം സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെയും എന്നെ തെറ്റിദ്ധരിച്ചു. എന്നാൽ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബോറട്ടറിയിൽ 3 അറ്റ്ലസിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ് ഇപ്പോൾ കാണാണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ 2 പേരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 3 അറ്റ്ലസിന്റെ അനോമലീസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് ഇതേപോലുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. ഞാൻ ചെയ്ത വീഡിയോസിലെല്ലാം ഞാൻ കോട്ട് ചെയ്യുന്നത് അവീലോബ് എന്ന് പറയുന്ന ആ ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റിന്റെ കാര്യങ്ങളാണ്. അതല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിവിടുന്ന കാര്യങ്ങളൊന്നല്ല ഞാൻ ആ ഒരു വീഡിയോസിൽ വന്ന് പറയുന്നത്. പക്ഷെ ജനറൽ പബ്ലിക്കിന് ആ ഒരു സംഭവം വെറും ഒരു കോമറ്റ് ആയിട്ട് മാത്രം കാണാനാണ് ഇഷ്ടം. അത് നമുക്ക് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ലോകത്തിലുള്ള ഏറ്റവും വലിയ ടീമായിട്ടുള്ള നാസ അടക്കം ആ ഒരു സംഭവത്തെ കോമറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ത് തന്നെയാലും ആ ഒരു ഒബ്ജക്റ്റ് ഞാനും ഒരു നാച്ചുറൽ ഒബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. അതാണ് നമ്മുടെ ചാനലിലൂടെ പല വീഡിയോസിലായിട്ട് ഞാൻ പറയുന്നത്. ആന്റി ഗ്രാവിറ്റി, ക്ലീനർ ആയിട്ടുള്ള ഫ്യൂവലിംഗ്, UFO അല്ലെങ്കിൽ പറക്കുംതളികളെ പറ്റിയിട്ടുള്ള ടെക്നോളജിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വളരെയധികം ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. നമ്മൾക്ക് പബ്ലിക്കലി കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമല്ല എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്. എന്നാൽ അതിനിടയ്ക്കാണ് US ഗവൺമെന്റ് പറക്കുംതളികളെ പറ്റിയിട്ടുള്ള ഫയൽസും വീഡിയോസും എല്ലാം പബ്ലിക് ആക്കാനും പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ ചാനൽ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്താണ് ഈ ഒരു ടോപ്പിക്ക് വളരെയധികം ട്രാക്ഷൻ നേടി വരുന്നത്. അന്യഗ്രഹ ജീവികൾ, പറക്കുംതളികൾ, ഏൻഷ്യൻ സിവിലൈസേഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പായി വരുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും ഇത്. ശരിക്കും ഒരു കോൺസ്പിറസി തിയറി ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കുക. ഇത്തരം ടോപ്പിക്കുകളെല്ലാം ഗവൺമെന്റ് ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ എല്ലാം സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കിട്ടുന്ന കാര്യം മാത്രമല്ല ശരിക്കും എല്ലാം, കംപ്ലീറ്റ് പിക്ചർ അതല്ല. എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും നോക്കി കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അഭിയുഗം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു സയൻസ് ചാനലല്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു നെയിം കീപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഇത് വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലായിട്ട് കീപ്പ് ചെയ്ത് പോകാം. അതിന് വളരെയധികം എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. സയൻസ് ടെക്സ്റ്റ് ബുക്ക് എന്താണോ തരുന്നത് അത് മാത്രം എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എൻ്റെ ആ ഒരു പേര് അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ കൺഫ്യൂഷൻ വരും. ഒരുപാട് ആൾക്കാർ എന്നെ കോൺസ്പിറസി തിയറിസ്റ്റുമായിട്ട് കൺസിഡർ ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എന്നെ കോൺസ്പിറസി തിയറിസ്റ്റ് എന്ന് വിളിച്ച ആൾക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഡെയിലി കാണുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ചാനലാണ് കാണാൻ താല്പര്യമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.